കിഴക്കൻ ഇന്തോനേഷ്യൻ തീരത്ത് അതിശക്തമായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. പ്രാദേശിക സമയം പുലർച്ചെ ഏകദേശം 4:58ഓടെ ഫ്ലോറസ് ദ്വീപിന് സമീപമാണ് ഭൂചലനമുണ്ടായത്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി ആർതി കൃഷ്ണ നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. ആർതി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിശക്തമായ ഒരു ഭൂചലനം തന്നെ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. എത്രത്തോളം തീവ്രതയുണ്ട് ഈ ഭൂചലനത്തിന്? മാത്രമല്ല, ആരുടെയെങ്കിലും ആളപായമോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അഞ്ജലി, ഇന്ന് പുലർച്ചെയോടെയാണ് കിഴക്കൻ ഇന്തോനേഷ്യൻ തീരത്ത് ഈ വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലാണ് ഇന്ന് രാവിലെയോടെ പ്രാദേശിക സമയം പുലർച്ചെയോടെ ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം ദ്വീപിൻ്റെ വടക്കൻ തീരത്താണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സുനാമി മുന്നറിയിപ്പ് തീരപ്രദേശങ്ങളിലെല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്തോനേഷ്യയിൽ എപ്പോഴെല്ലാം ഭൂചലനം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായൊരു രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളും എല്ലാം ഈ കൂടുതൽ സുനാമി പോലെയുള്ള കടൽ ക്ഷോഭം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇടയ്ക്കിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതയാണ് നിലവിൽ ഇന്തോനേഷ്യയിൽ അധികൃതർ പുലർത്തുന്നത്. ഈ 0 മുതൽ 3 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉയരാമെന്നുള്ളൊരു ജാഗ്രതാ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ ടെലിവിഷൻ ചാനലുകളിലെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസമാണ്. എന്നാലും സുനാമി മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ മുൻകരുതൽ നടപടികൾ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. തീരമേഖലകളിൽ നിന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആളുകൾ സ്വയം അപകട സാധ്യത മുന്നിൽ കണ്ട് ഒഴിഞ്ഞു പോകുന്നൊരു അവസ്ഥയും നിലവിലുണ്ട്. ഇതിനു മുൻപ് 2004-ലും അതുപോലെ തന്നെ 2018-ലും എല്ലാം വലിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടാവുകയും അതിനു പിന്നാലെ സുനാമി ഉണ്ടായപ്പോഴെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്തോനേഷ്യയിൽ മരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കാണാതായിട്ടുള്ളതും. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു ജാഗ്രതയാണ് നിലവിൽ ഇന്തോനേഷ്യയിൽ തുടരുന്നത്. അഞ്ജലി. ശരി, ആർതി കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.